110 ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? സംസ്ഥാന നിങ്ങൾ നടത്തിയ പഠനം ആര്യ വെച്ചാന്നാ ചോദിച്ചത് ചോദ്യം. ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. എല്ലാ പാർട്ടിക്കാരും ഞങ്ങളുടെ ശ്രീ അരുൺകുമാർ ഞാൻ പറയുന്നത് കേൾക്കൂ. ഞങ്ങളുടെ ശ്രീ അരുൺകുമാർ ഞാൻ പറയുന്നത് കേൾക്കൂ. ഞങ്ങളുടെ സമരജാഥയ്ക്ക് സംസ്ഥാനത്തുടനീളം സ്വീകരണം ലഭിച്ചിട്ടുണ്ട്. എല്ലാ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു, CPIM-കാരും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരിൽ പോലും CPIM-കാർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലാ ചെയർമാൻ CPIM-കാരൻ ആണ്, രാമേന്ദ്രൻ കരവാരം സാർ. അങ്ങനെ എല്ലാ പാർട്ടിക്കാരുണ്ട്, CPI-കാരനുണ്ട്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ആലപ്പുഴ ജില്ലാ ചെയർമാൻ ശ്രീ സന്തോഷ് പടനിലം CPI-കാരനാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ട്. അതിനകത്ത് ഞങ്ങൾക്ക് സ്വീകരണം തരുന്നതിൽ കോൺഗ്രസ്സുകാരും ഉണ്ട്, BJP-കാരും ഉണ്ട്, CPM-കാരും ഉണ്ട്. അതൊന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഞങ്ങളുടെ സമരസമിതിയെ ഭിന്നിപ്പിക്കാവുന്നെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഈ തീവ്രവാദിയും കോലീബി സഖ്യമൊക്കെ പണ്ട് ഞങ്ങൾ കേട്ടിട്ടുള്ളതാ. അറിയേണ്ടത് ഞങ്ങളുടെ ആശങ്ക, കേരളത്തിന്റെ ആശങ്ക പരിഗണിക്കാൻ സർക്കാർ തയ്യാറുണ്ടോ? നിങ്ങൾ ഈ കല്ലിടുന്ന, ഈ കുറ്റിയിട്ട് ജനങ്ങളുടെ ജീവിതത്തെ ചോദ്യം ചെയ്യുന്ന പരിപാടി അവസാനിപ്പിച്ചിട്ട് ഇതിനുവേണ്ടി ഏറ്റവും ശാസ്ത്രീയമായ ഒരു പഠനം നടത്താൻ തയ്യാറുണ്ടോ? ഇതാണ് കേരളം ചോദിക്കുന്നത്. CPIM-ന്റെ മുതിർന്ന നേതാവായിട്ടുള്ള ശ്രീ EP ജയരാജനാണ് പറഞ്ഞത്, കേരളയിൽ വന്നാൽ പിന്നെ ആകാശം മുഴുവൻ ഫ്ലൈറ്റ് ആയിരിക്കും ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന പാർട്ടിയുടെ യുവജന സംഘടനയാണ് നാട്ടുകാരെ ഉദ്ധരിക്കാൻ ഇറങ്ങുന്നത്, നാട്ടുകാരോട് ചർച്ച ചെയ്യാൻ ഇറങ്ങുന്നത്. പിന്നെ നാണക്കെടുത്തി. ഏറ്റവും മിനിമം ഈ ചർച്ചയിൽ വരുന്ന ഇവരുടെ പ്രതിനിധികൾ പോലും DPR വായിക്കാതെ വന്നിരുന്ന് നാട്ടുകാരോട് കൊഞ്ഞണം കുത്തുമ്പോഴാണ് കുട്ടി സഖാക്കന്മാരെ ഇറക്കി വിടാൻ പോകുന്നത്. എന്നിട്ട് ജനങ്ങൾ പ്രതിഷേധിച്ചാൽ, ജനങ്ങൾ എതിർത്താൽ, ജനങ്ങൾ ചോദ്യം ചെയ്താൽ അവരെ തീവ്രവാദികളാണെന്ന് വിളിക്കുക. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായി.